രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച രാജ്യം ഏതാണ്? അത് ജർമ്മനിയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇതിൽ ആരാണ് ഫാഷിസ്റ്റ് വിരുദ്ധ ശക്തികൾ എന്ന് പറയുന്നത്? അച്ചുതണ്ട് ശക്തികളാണോ അതോ സഖ്യശക്തികളാണോ? റഷ്യ കൂടി ഇവരുടെ കൂടെ അങ്ങ് ചേരുന്നു. ക്ലിയർ ആയോ? എങ്ങനെയാണ് അമേരിക്കയും മുസോളിനിനെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? കല്ലെറിഞ്ഞ് അങ്ങ് കെട്ടിത്തൂക്കി ചെയ്തു. ഹിറ്റ്ലറിൻ്റെ ആത്മഹത്യ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ നമ്മളുടെ ഈ പൊട്ടാസ്യം സൈനൈഡ് ഉണ്ടല്ലോ, അത് കഴിച്ചിട്ടാണ്. ഓക്കെ അല്ലേ? പൊട്ടാസ്യം സൈനൈഡ് കഴിക്കുന്നു, അദ്ദേഹം മരിക്കുന്നു. ഓക്കെ അല്ലേ? മക്കളെ, നമ്മുടെ അടുത്ത ടോപ്പിക്ക് രണ്ടാം ലോക മഹായുദ്ധം. ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കട്ടെ, ഒന്നാം ലോക മഹായുദ്ധം തറവായിട്ട് പഠിക്കുക. ഒന്നാം ലോക മഹായുദ്ധം, ഫാഷിസം, നാസിസം, ഈ 3 ടോപ്പിക്ക് തറവായിട്ട് പഠിച്ച ഒരാൾ മാത്രം എന്ത് കണ്ടാൽ മതി? രണ്ടാം ലോക മഹായുദ്ധം കണ്ടാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ അത് ഈ വീഡിയോ പോസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ചെയ്യുക, വീഡിയോ എന്താണെന്ന് കാണാതിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നാം ലോക മഹായുദ്ധവും ഫാഷിസവും നാസിസവും കണ്ടിട്ട് മാത്രം എന്ത് ചെയ്യുക, രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്ക്, എന്താണ് രണ്ടാം ലോക മഹായുദ്ധം? നമുക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം അറിയാം, അല്ലെങ്കിൽ ആ ഒരു സമയം അറിയാം അല്ലേ. ഏത് മുതൽ ഏത് വരെ മക്കളെ? 1914 മുതൽ 1918 വരെയുള്ള സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുന്നത് അല്ലേ. കൃത്യം 20 വർഷത്തിന് ശേഷമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആ ഒരു സമയം ഉണ്ടാവുന്നത്. വർഷം പഠിച്ചു വെക്കണം. 1939 മുതൽ 1945 വരെയുള്ള സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഒന്നാം ലോക മഹായുദ്ധം നമ്മൾ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും പഠിച്ചിട്ടുണ്ട്. ത്രികക്ഷി സഖ്യത്തിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത്, ഒന്ന് ഇറ്റലി എവിടെയുണ്ടോ അവിടെ ജർമ്മനി ഉണ്ടാവും, പ്ലസ് ഒരാൾ കൂടിയുണ്ട് ആസ്ട്രിയ ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ആരൊക്കെയുണ്ട്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച് വെച്ച സാധനങ്ങളാണ്. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ? അതൊക്കെ നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക. 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി അല്ലേ. ഇതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അങ്ങനെയാണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജയിച്ച രാജ്യങ്ങൾ ഏതൊക്കെ, തോറ്റ രാജ്യങ്ങൾ ഏതൊക്കെ, ഇത് അറിയണ്ടേ? ജയിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മക്കളെ നമുക്കറിയാം അല്ലേ. ഒന്ന് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് അഥവാ ബ്രിട്ടൻ എന്ന് പറയും. ഇംഗ്ലണ്ടും ഫ്രാൻസുമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജയിച്ച രാജ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. തോറ്റ രാജ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലേ. തോറ്റ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഒരൊറ്റ രാജ്യത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങ് ഫോക്കസ് ചെയ്യുന്നത്, അതാരാന്ന് മക്കളെ? അത് ജർമ്മനിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. വേറെയുണ്ട് അല്ലേ, ഓസ്ട്രിയ ഹംഗറി ഉണ്ട്, തുർക്കി, ഇങ്ങനെ രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച രാജ്യം ഏതാണ്? അത് ജർമ്മനിയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏറ്റവും കൂടുതൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നാണം കെട്ട രാജ്യം ഏതാണ്? അത് ഇറ്റലിയാണ്. ജയിച്ചവരുടെ കൂട്ടത്തിൽ ചേർന്നിട്ടും ഇറ്റലിക്ക് എന്ത് കിട്ടിയില്ല അല്ലേ, കാര്യമായ നേട്ടങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പക വെച്ച് പോകുന്ന ആൾക്കാരാണ് ആര്? ഒന്ന് ജർമ്മനി, 2 ഇറ്റലി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ ജർമ്മനിയും ഇറ്റലിയുമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണക്കാരെന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം എന്താണ്? ഈ 2 ആൾക്കാർക്കാണ് ഒന്നാം ലോക മഹായുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിട്ടുള്ള രാജ്യങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നോക്ക്, ഇനി എന്താ പറഞ്ഞത്? ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും അവർ പദ്ധതിയിട്ടു. ആര് പദ്ധതിയിട്ടു? ഇറ്റലിയും ജർമ്മനിയും ചേർന്നിട്ട് പദ്ധതിയിട്ടു എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെ ഒന്നുമില്ലല്ലോ, ഇവരുടെ കൈമേൽ ഒന്നുമില്ല. അപ്പം എന്ത് ചെയ്യണം? വീണ്ടും അവർ പഴയ ഒരു പ്രതാപത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ചെറിയ രാജ്യങ്ങൾ എന്ത് ചെയ്യുക? ആക്രമിക്കുക, പിടിച്ചെടുക്കുക. ഇതാണ് ഈ 2 ആൾക്കാരുടെയും ഉദ്ദേശം. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ആക്രമണ നയങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേർന്ന് അച്ചുതണ്ട് സഖ്യത്തിന് രൂപം നൽകി. ഓക്കെ അല്ലേ? അപ്പോൾ ഒരാൾ കൂടി അതിൽ ഏഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ആ ഒരു സഖ്യത്തിൻ്റെ പേര് കൂടിയുണ്ട്. എന്താണ്? അച്ചുതണ്ട് ശക്തികൾ അല്ലേ. അച്ചുതണ്ട് ശക്തികൾ ആരൊക്കെയാണ് ഉള്ളത്? 1 ജർമ്മനിയുണ്ട്, 2 ഇറ്റലിയുണ്ട്, 3 ജപ്പാനുണ്ട്. അപ്പോൾ ക്ലിയർ അല്ലേ? ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേർന്നിട്ട് എന്തുണ്ടാക്കി അല്ലേ, ഒരു ശക്തിയായി മാറിയവർ. അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? അച്ചുതണ്ട് ശക്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു 3 ആൾക്കാർ ഒരുമിക്കുമ്പോൾ
സ്വാഭാവികമായിട്ടും അല്ലേ ഇവർക്ക് ഒപ്പോസായിട്ട് വേറെ ഒരു ടീം ഉണ്ടാവും അല്ലേ. അത് ആരൊക്കെയാന്ന് മക്കളെ? അതാണ് സഖ്യശക്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിലുള്ള ആൾക്കാർ ആരൊക്കെയാന്ന്? 1 ഇംഗ്ലണ്ട്, 2 ഫ്രാൻസ്, 3 ചൈന. ഓക്കെ അല്ലേ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ ഇതേപോലെ ഒരു സഖ്യത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും അല്ലേ. ഈ മൂന്നാമത്തെ ആള് മാത്രമാണ് അവിടെ മാറി വരുന്നത്. ഓക്കെ, അതൊക്കെ എന്താണ് ഒന്നാം ലോക മഹായുദ്ധം എന്ത് ചെയ്യുക, നിങ്ങൾ എടുത്ത് കാണുക. ഓക്കെ അല്ലേ. അപ്പോൾ 2 സഖ്യങ്ങളുണ്ടായി, അച്ചുണ ശക്തികളും സഖ്യശക്തികളും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്നു എന്നാണ് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇതിൽ ആരാണ് ഫാഷിസ്റ്റ് വിരുദ്ധ ശക്തികൾ എന്ന് പറയുന്നത്? അച്ചുതണ്ട് ശക്തികളാണോ അതോ സഖ്യശക്തികളാണോ? ഇതിൽ ആരാണ് ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഫാഷിസം, നാസിസം അല്ലേ. ഫാഷിസവും നാസിസവും ഉണ്ടാകുന്നത് എവിടെയാണ് മക്കളെ? ഫാഷിസം ഉണ്ടാകുന്നത് ഇറ്റലിയിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അതേപോലെ തന്നെ ജർമ്മനിയിലാണ് എന്തുണ്ടാകുന്നത്? നാസിസം ഉണ്ടാകുന്നുള്ള കാര്യം നമുക്കറിയാം. രണ്ടും ഒരേ നാണയത്തിന് 2 വശങ്ങളാണ് അല്ലേ. ഒരേ ആശയങ്ങളാണ് ഇതെന്ന് ഫാഷിസവും നാസിസവും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യം എന്ന് പറയുമ്പോൾ ആരായിരിക്കും? അത് തീർച്ചയായിട്ടും സഖ്യശക്തികളായിരിക്കും. ഇവിടെ എന്താ പറയുന്നത്? പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്നൊന്നല്ലേ. അപ്പോൾ പറ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന പ്ലസ് ഇവിടെ ആര് കൂടി ചേരുന്നുണ്ട്? അമേരിക്ക കൂടിയുണ്ട് അല്ലേ. അമേരിക്ക അല്ലേ. പ്ലസ് ആര് കൂടിയുണ്ട്? സോവിയറ്റ് യൂണിയൻ കൂടിയുണ്ട്. ഓക്കെ അല്ലേ. സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ കൂടി ഇവരുടെ കൂടെ അങ്ങ് ചേരുന്നു. ക്ലിയർ ആയോ? എങ്ങനെയാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഇവരുടെ അടുത്തേക്ക് വരുന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും? വേറെ തന്നെ പറയും. ഓക്കെ അല്ലേ. ഇനി എന്താ മക്കളെ പറഞ്ഞത്? ജർമ്മനിയും ഇറ്റലിയും, ശരിക്കും ശ്രദ്ധിക്കണേ, ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ ചെറുത്തില്ല. മാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യ ശത്രുവായി കണ്ടത് എന്നാണ് പറയുന്നത്. ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഈ നയമാണ് പ്രീണന നയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ. ഇവിടെ ചെറിയൊരു ടോപ്പിക്ക് നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞു. പ്രീണന നയം. പ്രീണനം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രീണിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. എന്താ പറയുന്നത് അവിടെ? അതായത് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഒക്കെ ചേർന്നിട്ട് അല്ലേ ആ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇവർക്കൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു നഷ്ടം നികത്തുന്നതിന് വേണ്ടി ചെറുതും വലുതുമായിട്ടുള്ള രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? ഇവർ ഭയങ്കരമായിട്ട് ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ ആര് അതിനെ നേരിടണം അല്ലെങ്കിൽ ആര് അതിനെ തടയണം? ഇംഗ്ലണ്ടും ഫ്രാൻസും അതിനെ തടയണ്ടേ മക്കളെ? പക്ഷേ ഇവരെന്ത് ചെയ്തില്ല? ഇംഗ്ലണ്ടിനെ പോലെയുള്ള, ഫ്രാൻസിനെ പോലെയുള്ള, ചൈനയെ പോലുള്ള ആൾക്കാർ എന്ത് ചെയ്തില്ല? അതിനെ തടഞ്ഞു നിർത്തിയില്ല അല്ലേ. പകരം ഇവരെന്ത് ചെയ്തു? കയ്യും കെട്ടി അങ്ങ് നോക്കി അങ്ങ് നിന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുക? പ്രീണന നയം എന്ന് പറയുക. കാരണം എന്താ? ഇവരെന്തുകൊണ്ട് തടയുന്നില്ല? ഇവർ തടയാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരൊക്കെ മുതലാളിത്ത രാഷ്ട്രങ്ങളാണ് അല്ലേ. ഇവർ പൊതു ശത്രുവായിട്ട് കണ്ടിട്ടുള്ളത് ആരെയാണ്? സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ടുള്ള സോവിയറ്റ് യൂണിയനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ പ്രീണന നയം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഇങ്ങനെ മാത്രം പഠിച്ചാൽ മതി. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയുള്ള മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങൾ ചേർത്തില്ല. സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ടുള്ള സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യ ശത്രുവായിട്ട് കണ്ടുള്ളത്. ഇതിനെ നമുക്ക് എന്ത് പറയാം അല്ല? ഇങ്ങനെയുള്ള ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഈ നയമാണ് പ്രീണന നയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോഴും 2ാം ലോക മഹായുദ്ധം തുടങ്ങിയിട്ടില്ല. ഓക്കെ അല്ലേ. ഇനി എന്താണ് 2ാം ലോക മഹായുദ്ധം? പഠിച്ച് വെച്ചോ. വർഷം 1939. ഡേറ്റ് കൂടെ എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ പഠിക്കുക. ഓക്കെ അല്ലേ. ഇതാ ഇവനാണ് നമ്മുടെ കഥയിലെ വില്ലൻ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇവരൊക്കെ എന്താണ് വില്ലന്മാരാണ് കേട്ടോ. അപ്പോൾ നോക്ക്, ജർമ്മനി വർഷം ഓർത്ത് വെച്ചോ, 1939. ഡേറ്റ് ഓർത്ത് വെച്ചോ, സെപ്റ്റംബർ 1-ാം തീയതി. ജർമ്മനി പോളണ്ട് ആക്രമിക്കുന്നു. ഏത് രാജ്യം മക്കളെ? ഓക്കെ അല്ലേ. പോളണ്ട് ആക്രമിക്കുന്നു. ജർമ്മനി പോളണ്ട് ആക്രമിച്ചു 1939 സെപ്റ്റംബർ 1-ാം തീയതി അല്ലേ. ഇതിൻ്റെ ഭാഗമായിട്ട് സഖ്യശക്തികൾ 1939 സെപ്റ്റംബർ 3-ാം തീയതി. ഓക്കെ അല്ലേ. സെപ്റ്റംബർ 3-ാം തീയതി സഖ്യശക്തികൾ ജർമ്മനിക്ക് മുകളിൽ എന്ത് പ്രഖ്യാപിച്ചു അല്ലേ? യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുള്ള പ്രഖ്യാപനം അവിടെ ഉണ്ടായി. ഇതാണ് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അല്ലേ ഒന്നാമത്തെ
കാര്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ ആരാണ് തുടങ്ങി വെക്കുന്നത്? ജർമ്മനിയാണ് തുടങ്ങി വെക്കുന്നത്. ഏത് രാജ്യം ആക്രമിച്ചുകൊണ്ട്? പോളണ്ട് ആക്രമിച്ചുകൊണ്ട്. ഏത് വർഷം? 1939. ഏത് തീയതി? സെപ്റ്റംബർ 1. എപ്പോഴാണ് സഖ്യശക്തികൾ ജർമ്മനിക്ക് മുകളിൽ യുദ്ധം പ്രഖ്യാപിക്കുന്നത്? സെപ്റ്റംബർ 3. ഇത്ര പോരെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുള്ള കാരണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി എന്താ പറഞ്ഞത്? സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ടെക്സ്റ്റിൽ ഇല്ലാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിച്ചു. സോവിയറ്റ് യൂണിയനും അമേരിക്കയും മക്കളെ എവിടെയാണുള്ളത്? സഖ്യ ശക്തികളുടെ ഈ ഒരു കൂട്ടത്തിലല്ലേ മക്കളെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഉള്ളത്. ഇനി നിങ്ങൾ പറയുന്ന കാര്യം എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് കേൾക്കണേ. ടെക്സ്റ്റിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്? ഇവിടെ നമ്മൾ വേറൊരു ചരിത്രം നമ്മൾ എന്താണ് നോക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ജർമ്മനിയും സോവിയറ്റ് യൂണിയനുമായിട്ട് 1939 ഒരു സന്ധിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ സന്ധിയുടെ പേരാണ് മക്കളെ അനാക്രമണ സന്ധി. എന്താണ്? അനാക്രമണ സന്ധി. ഓക്കെ അല്ലേ? ഈ അനാക്രമണ സന്ധി ഒപ്പുവെക്കുന്നത് 1939 അനാക്രമണ സന്ധി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ജർമ്മനി സോവിയറ്റ് യൂണിയനെയും ആക്രമിക്കൂല, സോവിയറ്റ് യൂണിയൻ തിരിച്ചും ഇങ്ങോട്ടേക്കും ആക്രമിക്കൂല. ഓക്കെ അല്ലേ? ഇതാണ് അനാക്രമണ സന്ധി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 1939 ഈ ഒരു സന്ധി ഒപ്പുവെക്കുന്നത്. പക്ഷേ അല്ലേ 1939 തുടങ്ങി അല്ലേ 40 41 ഒക്കെ ആകുമ്പം അല്ലേ 1939 കഴിഞ്ഞു 40 41 ആകുമ്പോഴത്തേക്ക് ജർമ്മനി എന്ത് ചെയ്തു? ഈ അനാക്രമണ സന്ധി അങ്ങ് വക വെക്കാതെ സോവിയറ്റ് യൂണിയനെ അങ്ങ് കയറി അങ്ങ് ആക്രമിച്ചു. ഓക്കെ അല്ലേ? 1941 ആകുമ്പോഴേക്ക് സോവിയറ്റ് യൂണിയനെ ആരാക്രമിച്ചു? ജർമ്മനി ആക്രമിച്ചു. അങ്ങനെയാണ് മക്കളെ ജർമ്മനിക്കെതിരായിട്ട് സഖ്യ ശക്തികളുടെ കൂടെ ആര് വരുന്നത്? സോവിയറ്റ് യൂണിയൻ വരുന്നത്. മനസ്സിലായി? അപ്പോൾ സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താ പറഞ്ഞത് നോക്കുക. സഖ്യ കക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി. അല്ലേ? ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി എന്നാണ് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ കീഴടങ്ങി ആര്? ജർമ്മനിയും ഇറ്റലിയും. എങ്ങനെയാണ് ജർമ്മനി കീഴടങ്ങുന്നത്? നമുക്കറിയാം, സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുന്നു. സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്യുന്നു? അല്ലേ, ഈ ഒരു ടീം മൊത്തം എന്ത് ചെയ്യുന്നു? ജർമ്മനിയെ കയറി അങ്ങ് ആക്രമിക്കാൻ വേണ്ടി വരുന്നു. സ്വാഭാവികമായിട്ടും ജർമ്മനിയുടെ അന്നത്തെ ഭരണാധികാരി ഹിറ്റ്ലറാണ്. അല്ലേ? ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു? ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടുകൂടിയിട്ട് ജർമ്മനി എന്ത് ചെയ്തു? രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. ഇറ്റലിയും പിന്മാറിയിട്ടുണ്ട്. അല്ലേ? ഇതേ സമയം ഇറ്റലിൻ്റെ അവസ്ഥ എന്താണ്? ഇറ്റലി ഭരിക്കുന്ന ആരാണ്? മുസോളിനിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. മുസോളിനിനെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? കല്ലെറിഞ്ഞ് അങ്ങ് കെട്ടിത്തൂക്കി. ഓക്കെ അല്ലേ? അപ്പോൾ ആ രണ്ട് ഏകാധിപതികളുടെയും ഒരു അന്ത്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റലീൻ്റെ അവസ്ഥ നമുക്കറിയാം. മുസോളിനിയെ ജനങ്ങൾ തന്നെ കല്ലെറിഞ്ഞ് കെട്ടിത്തൂക്കി. അല്ലേ? അങ്ങ് കെട്ടിത്തൂക്കി അങ്ങ് കൊന്നു. അല്ലേ? ജർമ്മനിയുടെ അവസ്ഥ എന്താണ്? സഖ്യശക്തികളൊക്കെ എന്ത് ചെയ്തു? ജർമ്മനിയെ ആക്രമിക്കാണ്ട് വരുന്ന സമയത്ത് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ഹിറ്റ്ലറിൻ്റെ ആത്മഹത്യ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഈ പൊട്ടാസ്യം സയനൈഡ് ഉണ്ടല്ലോ, അത് കഴിച്ചിട്ടാണ്. ഓക്കെ അല്ലേ? പൊട്ടാസ്യം സയനൈഡ് കഴിക്കുന്നു, അദ്ദേഹം മരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നോക്ക്, എന്താണ്? മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു. അല്ലേ? ഹിറ്റ്ലർ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ മുസോളിനിയും ഹിറ്റ്ലറും ഇല്ലാതെയായി. അതായത് ജർമ്മനിയും ഇറ്റലിയും അവിടെ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ബാക്കി ഇവിടെ ആരാ ഉള്ളത് മക്കളെ? നമുക്കറിയാം, ജപ്പാനാണ് ഉള്ളത്. അവശേഷിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ജപ്പാനാണ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വരുന്നത്. ഇതാണ് പറയാൻ വേണ്ടി പോകുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അല്ലേ? ജപ്പാൻ ഇങ്ങനെ എന്താണ് മറ്റ് രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടേ നിൽക്കുകയാണ്. അല്ലേ? ആ സമയത്ത് അമേരിക്കയുടെ കൺട്രോളിൽ ഉണ്ടായിട്ടുള്ള ഹവായ് ദ്വീപിൽ പേൾ ഹാർബർ എന്ന് പറയുന്ന ഒരു തുറമുഖം ഉണ്ട്. അപ്പോൾ ഈ തുറമുഖം ആക്രമിക്കുന്നു? ജപ്പാൻ അങ്ങ് ആക്രമിക്കുന്നു. ഏതാണ്? പേൾ ഹാർബർ. ഓക്കെ അല്ലേ? പേൾ ഹാർബർ ആര് ആക്രമിക്കുന്നു? ജപ്പാൻ ആക്രമിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പേൾ ഹാർബർ ആരുടെ കൺട്രോളാണ് ഉള്ളത്? അമേരിക്കയുടെ കൺട്രോളിലാണ് ഉള്ളത്. അല്ലേ? സ്വാഭാവികമായിട്ടും അമേരിക്ക വെറുതെ നിൽക്കുമോ? ഇല്ല. അമേരിക്ക എന്ത് ചെയ്തു?
രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് അങ്ങ് ജോയിൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും ചൈനയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ഒക്കെ കൂടെ ആരങ്ങ് ജോയിൻ ചെയ്തു? അമേരിക്ക കൂടി ജോയിൻ ചെയ്തു. അപ്പോഴാണ് മക്കളെ അമേരിക്കയുടെ തനി സ്വഭാവം അല്ലെങ്കിൽ എന്താണ് അവൻ്റെ യഥാർത്ഥ മുഖം ആര് കാണുന്നത്? ലോകമങ്ങ് കാണുന്നത് അല്ലേ. ജപ്പാൻ അപ്പോഴും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ജപ്പാനെ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി. എന്നാൽ സോവിയറ്റ് യൂണിയൻ എത്തുന്നതിന് മുമ്പ് അമേരിക്ക 1945 ആഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിലും ആഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. പഠിച്ചു വെച്ചോ, 2 എന്താണ് ബോംബ് കൊണ്ട് രണ്ടാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ച ആളാണ് ആര്? USA എന്ന് പറയുന്ന അമേരിക്ക. വർഷവും ഡേറ്റും പഠിച്ചു വെക്കണേ. 1945 ഓഗസ്റ്റ് അല്ലേ 6-ാം തീയതിയും 1945 ഓഗസ്റ്റ് 9-ാം തീയതിയും. ആഗസ്റ്റ് 6-ാം തീയതി ഹിരോഷിമയിൽ, ആഗസ്റ്റ് 9-ാം തീയതി നാഗസാക്കിയിൽ. ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് അല്ലേ, ലിറ്റിൽ ബോയ്. അതേപോലെ തന്നെ നാഗസാക്കിയിൽ ഫാറ്റ്മാൻ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. 1945 ആഗസ്റ്റ് 6-ാം തീയതി ഹിരോഷിമയിൽ അമേരിക്ക എന്ത് ചെയ്യുന്നു? ഒരു ആറ്റം ബോംബ് കൊണ്ടുപോയി ഇടുന്നു. അതല്ലേ, അതിൻ്റെ പേരെന്താണ്? ലിറ്റിൽ ബോയ് എന്നാണ്. ആഗസ്റ്റ് 9-ാം തീയതി നാഗസാക്കിയിൽ മറ്റൊരു ആറ്റം ബോംബ് കൊണ്ടുപോയി ഇടുന്നു. അതിൻ്റെ പേരെന്താണ്? ഫാറ്റ്മാൻ എന്നാണ്. അങ്ങനെ 2 ബോംബ് കൊണ്ട് എന്ത് അവസാനിപ്പിച്ചു? അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധം അങ്ങ് അവസാനിപ്പിച്ചു. ഒരു കാരണവശാലും ഈ ഡേറ്റും അതേപോലെ തന്നെ ആ വർഷവും മറക്കാൻ വേണ്ടി പാടില്ല. ബോംബിൻ്റെ പേരും മറക്കാൻ വേണ്ടി പാടില്ല. സ്ഥലത്തിൻ്റെ പേരും മറക്കാൻ വേണ്ടി പാടില്ല. ഹിരോഷിമ, നാഗസാക്കി, ലിറ്റിൽ ബോയ്, ഫാറ്റ്മാൻ. ഓഗസ്റ്റ് 6-ാം തീയതി 9-ാം തീയതി. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്ര പോലെയാണ് രണ്ടാം ലോക മഹായുദ്ധം നമുക്ക് പറയാനുള്ളത്. ഓക്കെ അല്ലേ. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക അല്ലേ. എന്താണ് അതിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഒന്നാം ലോക മഹായുദ്ധം നമ്മൾ പഠിച്ച പോലെ തന്നെ ദശലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. പിന്നെയോ യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറാവും. എങ്ങനെ താറുമാറാതിരിക്കും അല്ലേ. യുദ്ധത്തിലേക്ക് ബോംബുകളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും സാമ്പത്തിക നില തകരും. പിന്നെയോ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. എന്താ കാരണം? അമേരിക്കയും സോവിയറ്റ് യൂണിയനും 2 വൻ ശക്തികളായിട്ട് ഉയർന്നു വന്നു. സ്വാഭാവികമായിട്ടും യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. പിന്നെയോ ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1945 രണ്ടാം ലോക മഹായുദ്ധം കഴിയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം എപ്പോഴാണ് മക്കളെ? 1947 യെസ്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം എന്താ യഥാർത്ഥത്തിൽ? രണ്ടാം ലോക മഹായുദ്ധമാണ്. ഓക്കെ അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യും? ഇനി പറയും. 6-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സാധനം ആ സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ അല്ലേ. അപ്പോൾ ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. പിന്നെയോ അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ്, അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായിട്ട് ഉയർന്നു വന്നു. ഓക്കെ അല്ലേ. ഇനി ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഐക്യരാഷ്ട്ര സംഘടന അല്ലേ. വർഷം പഠിച്ചു വെക്കുക. 1945 ഒക്ടോബർ 24. ഓക്കെ അല്ലേ. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ച വർഷം 1945 ഒക്ടോബർ 24 കാര്യം മനസ്സിലാക്കി വെക്കുക. എവിടെയാണ് രൂപീകരിച്ചത്? ന്യൂയോർക്കിലാണ്. എവിടെ? ന്യൂയോർക്ക്. ഓക്കെ അല്ലേ. ന്യൂയോർക്കിലാണത് രൂപീകരിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്? ലോക സമാധാനം സംരക്ഷിക്കുക. ഓക്കെ അല്ലേ. ലോക സമാധാനം സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ലക്ഷ്യം? ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ. തൊട്ട് താഴെയുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെയിം സാധനം കാണാൻ വേണ്ടി പറ്റും. ഒരു കാരണവശാലും മറക്കാൻ വേണ്ടി പാടില്ല. 1945 ഒക്ടോബർ 24 ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര സംഘടന. ലക്ഷ്യം എന്താണ്? ലോക സമാധാനം എന്ത് ചെയ്യുക? സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്ര പോലെയാണ് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ, കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? അതൊന്ന് കമൻറ്റിൽ ചോദിക്കുക. ഓക്കെ. അതേപോലെ തന്നെ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതൊന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ എന്ത് ചെയ്യുക? അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക? അതൊന്ന് പരിഗണിക്കുക.